ജിസ്മോളെ അറിയുമോ? പിന്നെ എത്ര കാലമായി അറിയാൻ തുടങ്ങിയിട്ട്? കല്യാണം കഴിച്ചോണ്ട് വന്നപ്പം മുതൽ അറിയാം. കല്യാണത്തിന് പോയില്ല, എന്നാലും അതിന് ശേഷം കണ്ട്. സുഖമില്ലാത്ത പോകാനല്ലേ പോവുകയും ചെയ്ത. വർഷങ്ങളായിട്ടുള്ള മെമ്പറായിരുന്നു. ഇവിടെ മെമ്പറായിരുന്നു അല്ലേ? മുൻ മെമ്പറായിരുന്നു. എങ്ങനെയാ പേരെങ്ങനെയാ? എൻ്റെ TB പത്മകുമാരി. ഇങ്ങനെ ഈ ടീച്ചറൊക്കെ നേരത്തെ അറിയാമല്ലോ, ബീന ടീച്ചർ? പിന്നെ ടീച്ചർ കൊടുത്ത് ഞങ്ങളുടെ പിള്ളേരെ എല്ലാം പഠിപ്പിച്ച. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പുറത്തറിഞ്ഞിട്ടില്ല ഇതൊന്നും. ഈ വലിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ രഹസ്യന്നൊക്കെ പറയുന്ന പോലെ തന്നെ അനുഭവത്തിൽ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മളറിയുന്നത്. കഷ്ടമായാലും ഞാൻ പറഞ്ഞു, ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു പെങ്കൊച്ചല്ലേ, അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് അല്ലെ ഒരു മുറി വാടകയ്ക്ക് എടുത്താൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കത്തില്ലായിരുന്നു. ഞാനത് എപ്പോഴും പറയുന്നു. അവളെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവൾ കോടതിയിലും ഹൈക്കോടതിയിലും പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, അല്ലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിട്ടിരുന്ന ആളാണ്. മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ടെന്ന ആളാണ്. അച്ഛനും ഭർത്താവും അമ്മയും നാത്തൂനും എല്ലാവരും ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടുത്തെ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പം നിൽക്കുന്ന വേലയ്ക്ക് നിൽക്കുന്ന ആളാണ്. ഇപ്പം ഈ സംഭവം നടക്കുമ്പോൾ അവർ പറഞ്ഞാണ് ഈ സംഭവം ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം വേലയ്ക്ക് നിൽക്കുന്ന പുള്ളിക്കാരി പറഞ്ഞോ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു? എല്ലാവരും ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. ഇത് കുറേ നാളായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇതിലേക്ക് വന്ന ഭയങ്കര. എന്നാലും അഡ്വക്കേറ്റ് ആകുമ്പോൾ അവർക്ക് ഈ നിയമങ്ങളെല്ലാം അറിയാവുന്ന ആളല്ലേ, സ്ത്രീകളെ സംബന്ധിച്ചും അതിൻ്റെ നിയമങ്ങളും എല്ലാം അറിയാവുന്നൊരു കൊച്ചിങ്ങനെ പോയി ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുന്നത്. അത് തന്നെയല്ലേ 2 പിഞ്ച് ഓമനകൾ. ഞാനിപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ആ മുഖവും. ആദ്യത്തെ കൊച്ചിന് 1 വയസ്സ്, മറ്റേ കൊച്ചിന് 4 വയസ്സ്. മറ്റേ എൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ കൂടെ പഠിച്ച മൂത്തത് അംഗനവാടി ഉള്ളതാണ് പറയുന്നത്. അവൾക്ക് ഉത്തരം പ്രായമുള്ളൂ. പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന കാണാം. ബീന ടീച്ചറുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ടീച്ചറും മുപ്പച്ചനും ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാം നല്ല ലോഹിയായിരുന്നു. പക്ഷെ കുറെ കാലമായിട്ട് എനിക്കിപ്പോൾ ഈ അസുഖം വന്ന പിന്നെ ഞാനങ്ങനെ ഒരിടത്തും പോകാറുമില്ല. ഒരു ഇതിൽ ഇപ്പോൾ വല്ല മരണമൊക്കെ വന്നാൽ പോലും ഭയങ്കര പാടാണ്. നേരത്തെ വീട്ടിലൊക്കെ പോകുമായിരുന്നല്ലേ? പോകുമായിരുന്നു. ഇവിടെ ഉള്ള എല്ലാ വീടുകളിലും പോകുമായിരുന്നു. പിന്നെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും പോവുകയും എടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ ആരോഗ്യം ഭയങ്കര മോശം. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് മുൻ മെമ്പർക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അന്നൊന്നും ഇല്ലെന്നേ. ഞാനിവിടെ ഇപ്പം മെമ്പറായി കഴിഞ്ഞിട്ട് കുറേ വർഷമായില്ലേ. അന്നൊന്നുമില്ല. കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം മുതൽ 7 മാസം മുതലേ തുടങ്ങിയ ഉപദ്രവമാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 7 മാസം കല്യാണം കഴിച്ച് വന്നതിന് ശേഷം 7 മാസത്തിന് ശേഷം. ഇല്ല, ഒരു മനുഷ്യർ. അവളുടെ അച്ഛനെ ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇത്രയും നിങ്ങൾ പുള്ളിക്കാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ? എങ്കിൽ പിന്നെ ഇത് സംഭവിക്കില്ല. എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുവാണെങ്കിൽ കുറച്ച് കാര്യം എന്നിട്ട് നമ്മളാരെങ്കിലും പറഞ്ഞ് എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കരുതി കൂട്ടിയുള്ളൊരു ചെയ്ത്തായിരുന്നു. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി മുമ്പോട്ട് ആർക്കും ദോഷം വരത്തില്ല എന്നെ വിചാരിച്ചാണെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ എവിടെയെല്ലാം ഉണ്ട്, സർക്കാരിൻ്റെ എന്തെല്ലാം സ്ഥാപനമുണ്ട് അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പം ക്രിസ്ത്യൻ സഭയിൽ തന്നെ ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ വളർത്തുന്ന കന്യാസ്ത്രീ മഠങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്, ഇതെല്ലാം ഉള്ള. പക്ഷേ ഇന്ന് അവള് തീരുമ്പോൾ മക്കളും തീരുമാനത്തൊന്നായിരിക്കും. നമുക്കിപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നീതി കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ നീതി കിട്ടും, ആൾക്കാർക്ക് സംശയമൊന്നും വേണ്ട. കൊലപാതകം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ആറ്റിൽ പോയി അവരുടെ 2 വീലറിൽ പോയി ആറ്റി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചാടിയതാണ്. അപ്പം ഈ മാനസികമായിട്ടുള്ള ഒരു ആര് മരിക്കണേലും ആത്മഹത്യ ചെയ്യണേലും ഒരു കാരണമുണ്ടല്ലോ അല്ലേ. അത് തന്നെയാണ് ഈ വീട്ടിലെ കുടുംബ പ്രശ്നമാണ് ഇതിൻ്റെ ഒരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഒരാളിങ്ങനെ ചെയ്യുമോ? ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്തു. അതിന് വേറെ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക്
ഞരമ്പ് മുറിച്ചായിരുന്നു. ഒരാൾ ഈ പിള്ളേരെയും കൊണ്ട് സ്കൂട്ടറിൽ ഇത്രയും ദൂരം പോയി അവിടം വരെ പോയി ചെയ്യുമോ? പോയതായി പിടി എങ്ങാനും ആകുമ്പോൾ നമ്മളൊക്കെ അറിയോ കാണുമോ ഒന്നും എന്തായാലും അറിയല്ലേ. അതറിയും. അവിടെ ആ പള്ളിയുടെ താഴെ ഇവിടെ 2 വീലർ അവിടെ ഇരിപ്പുണ്ട്. ഇത് പകലുവാ, അല്ല രാത്രിയൊന്നും അല്ല സംഭവം. ഇവിടെ അടുത്താ വീട് അല്ലേ? എൻ്റെ വീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറ്റുമാലിക്ക തന്നെ. എങ്ങനെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് TB പത്മകുമാരി. എത്ര 5 വർഷം ഇവിടെ പഞ്ചായത്ത് മെമ്പറാണ്? 5 വർഷം ഇവിടെ. അതിൻ്റെ അടുത്ത വർഷം അപ്പുറത്തെ വാർഡ്. അന്ന് 12 വാർഡേ ഇവിടെയുള്ളൂ. ഇവിടെ ആദ്യം ഇത് 10 ആയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.